छोड़ो मुझे गरीबो। താങ്ക് യു കൊച്ചളിയ, നീ എന്നെ വീണ്ടും രക്ഷിച്ചു. അല്ലെങ്കിൽ കൊരങ്ങന്മാര് അവന്മാരുടെ സംഘത്തിൽ എന്നെ ചേർത്തേരും. ആ കൊരങ്ങന്മാരുടെ പഴം തട്ടിയെടുക്കാൻ പോയതാ. എന്നോട് പറഞ്ഞതല്ലേ ബെറ്റ് വെക്കുന്ന അത്ര നല്ല കാര്യമല്ലെന്ന്. എനിക്കെല്ലാം മനസ്സിലായി. എന്താ മനസ്സിലായത്? അതായത് ഞാൻ ഇനി ജീവിതത്തിൽ ഒരിക്കലും ബെറ്റ് വെക്കില്ല. എന്താ ബെറ്റുണ്ടോ? ബസിൽ ഒരാളിന്റെ പേഴ്സാരോ അടിച്ചോണ്ട് പോയി. നിന്റെ ഈ കവിതയിൽ ഞാൻ നിന്റെ അടിമയായി. ജീവിത രഹസ്യം ഇതാണ് ഖന്ന സാറേ. ഹൃദയം തകർന്നു കഴിഞ്ഞാൽ ഒരാൾ ഒരു കവിയായി മാറും. സംശയമുണ്ടോ? എനിക്കൊരു സംശയവുമില്ല. ഇതുപോലെ മറ്റൊരു കവിത കൂടെ പറഞ്ഞേ. ദുഃഖമുള്ളിൽ ഒതുക്കുന്നവൻ ഒരു മഹാനായി തീരുന്നു. കൊള്ളാം. ദുഃഖമുള്ളിൽ ഒതുക്കുന്നവൻ ആരാണോ അവനാണ് മഹാൻ. അടിപൊളി. അങ്ങോട്ട് നോക്ക്, ദാ സ്വീറ്റ് വന്നു. ദുഃഖമുള്ളിൽ ഒതുക്കുന്നവൻ മഹാനായി തീരും. ദാ നോക്കൂ, സ്വീറ്റ് വന്നു. ഈ കവിതയിൽ എന്തോ തെറ്റുണ്ടെന്ന് തോന്നല്ലോ. കവിതയല്ല, യഥാർത്ഥത്തിൽ സ്വീറ്റ് വന്നു എന്നാ ഞാൻ പറഞ്ഞത്. എനിക്ക് പുതിയൊരു ജോലി കിട്ടിയിരിക്കുകയാണ്, അതും വലിയൊരു ചാനലിൽ. എന്താ ചെയ്യാ? ഈ സ്കൂട്ടർ വെച്ചിട്ട് നമുക്കൊരു ക്യാരം ബോർഡ് എടുത്താലോ? അതുകൊണ്ട് കളിക്കെങ്കിലും ചെയ്യാലോ. സ്കൂട്ടർ റിപ്പയർ ആയി പോയി. ഇതിൽ എന്റെ തെറ്റ് എന്താണ് ഉള്ളത്? ഇത് നമുക്ക് കെട്ടി വലിച്ചോണ്ട് പോവാം. ഏതെങ്കിലും വണ്ടി കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. എടാ ബോധമില്ലാത്തവനെ, വണ്ടി നോക്കി ഓടിക്കടാ. ഇപ്പൊ എന്റെ ഫോട്ടോയില് മാലിടേണ്ടി വന്നേനെ. നിങ്ങളെ കൊണ്ട് ഒന്നും നടക്കില്ല. മാറിക്കേ, ഞാൻ വണ്ടി നിർത്താം. എടാ, നീ തിരിച്ചു ചെല്ലുമെന്ന് വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാണോ വന്നേ? എടാ ചക്ക, ഇപ്പൊ നീ എന്റെ വണ്ടി കടിപ്പെട്ട് ചപ്പാത്തി പരുവായി പോയനെ. അയ്യോ സിക്കന്ദർജി, ഞങ്ങളുടെ സ്കൂട്ടർ കേടായി പോയി. എന്നാ പിന്നെ നീ നന്നാക്ക്. അതിന് എന്റെ പെർമിഷന്റെ ആവശ്യമുണ്ടോ? അത് നന്നാക്കാൻ പറ്റുന്നില്ല. ചേട്ടൻ അടുത്തുള്ള സിറ്റിയിലൊന്ന് എത്തിക്കാമോ പ്ലീസ്? ഞാൻ എന്താണ് നിന്റെ കുഞ്ഞുമാവിന്റെ വാലിക്കാരനോ മറ്റോ ആണോ? ചേട്ടൻ സിക്കന്ദറല്ല, മക്കന്ദറുമല്ല. ശരിക്കും പറഞ്ഞ ചേട്ടൻ ഒരു സിംഗി പോലും അല്ല. നീ എന്താ പറഞ്ഞേ? ചേട്ടൻ ഒരു മഹാനാണ്. ഞങ്ങൾ സേവിച്ചു, ചോദിച്ചു, ഞങ്ങളെ സഹായിച്ചു. ഓഹോ, അത് ശരി. ചേട്ടൻ സ്നേഹമുള്ളവനാണ്. പകരം വെക്കാൻ പറ്റാത്ത പ്രതിഭാസമാണ്. താങ്കൾ ഒരു വീരശൂര പരാക്രമിയാണ്. എടാ മതിയടാ, ഇനിയും പൊക്കി പൊക്കി നീ എന്നെ ആകാശത്തേക്ക് എത്തിക്കുവോ? സ്കൂട്ടർ വണ്ടിയുടെ പുറകെ കെട്ടിക്കോ. സോറി, എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ധീരനാണ്, വീരനാണ്, സ്നേഹത്തിന്റെ കടലാണ്. ചുരുക്കത്തിൽ പറഞ്ഞ അങ്ങൊരു കുരങ്ങനെയല്ല. അതുപോലെ താങ്കൾ കുരങ്ങന്മാരുടെ രാജാവാണ്, മഹാരാജാവ്. അങ്ങെന്തിനാണ് ഈ ചെറിയ പഴത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുന്നേ?
എടാ എന്റെ പേരാണ് പോപ്പട്ട്. എന്റെ ഈ രൂപം കണ്ട് നിസ്സാരക്കാരനാണെന്ന് വിചാരിക്കരുത്. പൊട്ടിത്തെറിക്കും ഞാൻ. കഴുത. എടാ ഹണി, നീ വെക്കുന്ന ബെറ്റിലൊക്കെ നീ ജയിക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. ആ പക്ഷെ എന്റെ മുന്നിൽ നീ തോറ്റുപോകും. ഞാൻ ഉറപ്പായും ജയിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നോക്കാം. ഈ പഴം ഞാൻ വലിച്ചെറിയും. നിനക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ബെറ്റുണ്ടോ? നീ അതൊന്ന് വലിച്ചെറിയേ, ഞാനത് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. ഈ ബെറ്റിൽ ജയിക്കുകയും ചെയ്യും. ആ? ആ. ആ? അയ്യോ അയ്യോ, ഞാൻ കുടുങ്ങി. ആ പഴകുതാ, എനിക്ക് ബെറ്റ് ജയിക്കണം. എടാ മരമണ്ട ഹണി, ആ പഴം എടുത്തൊന്ന് കാണിക്കേ. ഇവിടെ ഒരു ഈ നോയിസ് ഫ്രീ ദീപാവലി ബോംബിന്റെ ശബ്ദം എവിടെ നിന്നാണ് വന്നത്? കുട്ടികളെ, ഇതാണോ നിങ്ങളുടെ സേഫ് ദിവാലി? എന്തത്? ഇത് നിങ്ങളുടെ മാത്രം വികൃതിയാണ്. ശരിക്കും നിങ്ങൾ ചെയ്തത് വളരെ വളരെ വലിയ തെറ്റായി പോയി. എല്ലാരോടും സേഫ് ദിവാലി ആണെന്ന് പറഞ്ഞ് പിരിവ് വാങ്ങിയില്ലേ? എന്നിട്ട് അവരുടെ കാശ് കൊണ്ട് തന്നെ ബോംബ് വാങ്ങി പൊട്ടിക്കുകയാണ്. അല്ല മാഡം, ഇത് മറ്റാരാണ് ചെയ്യുന്നത്? ഇവിടെ ഒരു വീണ്ടും ക്ഷമ പരീക്ഷിക്കുകയാണോ? നിങ്ങൾ എന്റെ ക്ഷമയുടെ അറബിക്കടലിൽ എത്തിച്ചിരിക്കുകയാണ്. പാർട്ടിക്ക് വിളിച്ചു വരുത്തി നിങ്ങൾ എല്ലാവരും ഞങ്ങളെ പറ്റിക്കുകയാണ്. അല്ല ഡോക്ടർ ബാലു, ഇത് മറ്റാരോ ചെയ്യുന്ന വികൃതിയാണ്. ബാക്കിയുള്ള ബോംബുകൾ എവിടെയാണെന്ന് വേഗം നോക്ക്. ദാ നോക്കിയേ, ആരോ ചന്ദ്രത്തിരി ബോംബിന്റെ കൂടെ കത്തിച്ചു വെച്ചിരിക്കുകയാണ്. അതും വെവ്വേറെ സ്ഥലങ്ങളിലാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ഓരോ സമയങ്ങളിൽ പൊട്ടിത്തെറിക്കുന്നത്. ആരാ ഇത് ചെയ്തത്? അടിപൊളി. ഇനി ഉമാരുടെ കാര്യം നാട്ടുകാരെ നിങ്ങൾ നോക്കിക്കോളും. രക്ഷിക്കണേ, രക്ഷിക്കണേ, അയ്യോ ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. വേഗം വെള്ളം ഒഴിക്ക്. എടാ കഴുതേ, അവന്റെ വാലിലാ വെള്ളം ഒഴിക്കാൻ പറഞ്ഞേ. ഒരു കുറ്റകൃത്യം നടക്കുമ്പോ നോക്കി നിൽക്കുന്നത് കുറ്റം ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെ ഒന്ന് എന്റെ നിഘണ്ടുവിലില്ല. വാടാ, അവന്മാരെ തലക്കിട്ട് 2 കിഴുക്ക് കൊടുത്തിട്ട് വരാം. അയ്യോ, അതിന് നമ്മുടെ കൊച്ചളീനുണ്ടല്ലോ. ഇവന്റെ ബുദ്ധി കൊണ്ട് ബസന്തിനെ രക്ഷിക്കുന്ന ഉറപ്പാ. അല്ലെങ്കിൽ ഞാൻ എല്ലാം ഒറ്റയ്ക്ക് തന്നെ നേരിടാറുള്ളത്. ഇനി നിങ്ങൾ എന്റെ ശരിക്കുള്ള കളി കണ്ടോ? അയ്യോ, ഇതെന്താ ഈ ചെയ്യുന്നേ? ഇത്രയും വലിയ ആൾക്കൂട്ടത്തിൽ ആളെ തട്ടിക്കൊണ്ട് പോവാന്നോ? ആരെങ്കിലും പോലീസിൽ കംപ്ലൈന്റ് ചെയ്താ നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ട് പോവില്ലേ? ജയിലിൽ പോയി അവിടെ വെച്ച് പാറ പൊട്ടിക്കേണ്ടി വരും. പാറ അത് വലുതായിരിക്കും. വലുത് വലിയ ചുറ്റിയുണ്ട്. വലിയ വലിയ പാറക്കല്ലുകൾ പൊട്ടിക്കേണ്ടി വരും. നാഗരാജന്റെ കയ്യിൽ നിന്ന് ആരും തന്നെ രക്ഷപ്പെടാൻ പോകുന്നില്ല. എനിക്കെതിരെ ആര് സാക്ഷി പറയാം? ഇവര് പറഞ്ഞാലോ? ചിലപ്പോ ഇദ്ദേഹം പറഞ്ഞാലോ?
ചിലപ്പോ ഞാനും പറഞ്ഞെന്ന് വരാം. ഉയ്യോ. നീ എനിക്കെതിരെ സാക്ഷി പറയോ? എങ്കിൽ എന്നെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ. അയ്യോ സാറേ, ഞാനൊരു തമാശ പറഞ്ഞത്, ചെറിയൊരു തമാശ. നീ തമാശ പറയുമെങ്കിൽ സാക്ഷി പറയാനും മടിക്കില്ല. ഇവനെ നമ്മോടൊപ്പം കൊണ്ടുപോകാം. ബണ്ണി അവരുടെ കൂടെ അവരുടെ താവളത്തിലേക്ക് പോവാണ്. നിങ്ങൾ കണ്ടോ അവന്റെ ബുദ്ധി? എടാ അവൻ അവന്റെ ബുദ്ധി കൊണ്ടല്ല പോകുന്നത്. ആ നാഗരാജ് തോക്ക് ചൂണ്ടിയത് കൊണ്ടാ അവൻ പോകുന്നത്. സംശയമുണ്ടോ? എന്തോന്ന്? എന്നാ പിന്നെ എന്തിനാ ഇങ്ങനെ വായ്പെടുത്ത് നോക്കി നിൽക്കുന്നേ? വാ അവന്റെ പുറകെ പോവാം. നിനക്കെന്താ ബണ്ണിയുടെ മണം കിട്ടുന്നുണ്ടോ? ഇല്ല, ഇടയ്ക്ക് വെച്ച് എവിടുന്നോ സമയത്തോടെ മണം കേറി വന്നു. അവരുടെ വണ്ടി ആ ഭാഗത്തൊക്കെയാണ് പോയത്. വേഗം കേറിക്കോ, ഞാൻ എങ്ങനെയെങ്കിലും മണത്ത് കണ്ടുപിടിച്ചോളാം. എടാ മണ്ട, നീ എന്തിനാ സ്കൂട്ടർ വലിച്ചോണ്ട് പോകുന്നത്? ഓടിച്ചോണ്ട് പോയിക്കൂടെ? കറുത്ത എല്ലാവരുടെ സുഹൃത്ത, ഞാനൊരു മണ്ടനല്ല, മരമണ്ടനാണ്. സ്കൂട്ടർ കേടായിരിക്കുകയാണ്. ഒരു സ്കൂട്ടർ വലിച്ചപ്പോഴേക്കും നിന്റെ അവസ്ഥ പൊട്ടിപ്പോയ ടയർ പോലെ ആയല്ലോ. ഇത് ഭയങ്കര ഭാരമുള്ള സ്കൂട്ടറാണ്. നിന്നെ കൊണ്ട് നനക്കാൻ പോലും കഴിയില്ല. വെച്ചുവെക്കുന്നോ? അതിനെന്താ, ബെറ്റ് വെക്കാലോ, എനിക്ക് ഭയങ്കര ശക്തിയാന്നേ. എങ്കിൽ ഈ സ്കൂട്ടർ ഡോക്ടർ ബാലുന്റെ വീട് വരെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കേ. ഞാനിതാ ബെറ്റ് വയ്ക്കുന്നു, നിനക്കത് ഒരിക്കലും സാധിക്കില്ല. എന്നാ പിന്നെ അങ്ങനെ തന്നെ ബെറ്റ് വെച്ചിരിക്കുന്നു. പക്ഷേ എന്താ ബെറ്റ്? അഥവാ ഈ സ്കൂട്ടർ നീ ബാലുന്റെ വീട് വരെ വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിന്റെ ഈ സാധനങ്ങളൊക്കെ നിന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുതരും, ഉറപ്പ്. ഓക്കെ, നീ സാധനങ്ങൾ എടുത്തോ, ഞാൻ ഈ സ്കൂട്ടർ വലിച്ചോണ്ട് വരാം. എടാ, ബൈക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഈ സാധനങ്ങളൊക്കെ ബൈക്കിന്റെ പുറത്ത് വെച്ചാ പോരെ. നീ ഇപ്പോഴും ഒരു കഴുത തന്നെയാ. ഇതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഞാനൊരു കഴുതയാണെന്നുള്ള കാര്യം ഇപ്പൊ എല്ലാരും അറിഞ്ഞു കാണുമല്ലോ. നല്ല മധുരമുള്ള പേരൊക്കെയാണ്. കഠിനാധ്വാനത്തിന്റെ ഫലം മധുരമായിരിക്കും. ഓ, ഇനി അത് പേരയ്ക്കാണെങ്കിലും അതിന്റെ സത്തിന് പോലും ഒരു പ്രത്യേക തരം രുചിയായിരിക്കും. സംശയമുണ്ടോ? ആരാടാ എന്റെ തോട്ടത്തിലെ പേരയ്ക്കാൻ മോഷ്ടിക്കുന്നേ? എടാ സോർദാറേ, ദേ തോട്ടക്കാരൻ വരുന്നുണ്ട്, ഓടിക്കോടാ. പേരയ്ക്കാ പറിക്കുന്നോ? അടിച്ച് നിന്റെ പുറം പൊളിക്ക് നോക്കിക്കോ. അയ്യോ നിൽക്ക് നിൽക്ക്, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? തനിക്കെന്താ കണ്ണ് കണ്ടൂടെ? ഈ കള്ളനെ തല്ലാൻ പോവാ. അപ്പൊ ശരിക്കും നിങ്ങൾ ഇവരെ തല്ലി അബദ്ധം കാണിക്കാൻ പോവായിരുന്നോ? ഇവര് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കുന്ന കാര്യമാ ചെയ്യുന്നേ. പേരയ്ക്കാ കഴിച്ചോ? ആ അതെ, ചിന്തിക്ക്. ഇവര് പേരയ്ക്ക കഴിക്കും. കഴിച്ച് കഴിച്ച് ഇവര് പറയും ഇത് നല്ല മധുരമുള്ള പേരയ്ക്കയാണെന്ന്. താങ്കളുടെ പേരയ്ക്ക ഒരുപാട് വിറ്റഴിയും, നിങ്ങൾക്ക് ഒരുപാട് കാശ് ഉണ്ടാക്കാം. പിന്നെ പേരയ്ക്കയുടെ കട മാത്രമല്ല, പേരയ്ക്കയുടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. നിങ്ങളെ ആളുകൾ പേരയ്ക്കയുടെ രാജാവായി കരുതും. രാജാവ്. കഴിച്ചോ കഴിച്ചോ, നന്നായിട്ട് കഴിച്ചോ. നീ കുറച്ച് പറിച്ചെടുക്ക, എല്ലാരും കഴിപ്പിക്കാ. കഴിച്ചോ, ഇനി ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. എന്ത് കഴിക്കാൻ? ഇപ്പൊ ഞാനില്ലായിരുന്ന കാണായിരുന്നു. രണ്ടെണ്ണം അടി കൊണ്ട് ഇപ്പൊ ചത്തേനെ. യുവർ വെൽക്കം. സ്വീറ്റി, വാടിപ്പോയ പൂക്കൾ ആർക്കും ഇഷ്ടപ്പെടില്ല. ഇപ്പൊ നിന്റെ മുഖം വാടിയിരിക്കാൻ എന്താണ് കാരണം? ഇന്നെന്റെ ബോസുമായിട്ട് വഴക്കുണ്ടായി. ഇനി ഒരിക്കലും അയാളുടെ കൂടെ ഞാൻ പണിയെടുക്കില്ല. അത് നല്ല കാര്യമല്ലേ? അതിലെന്താ നല്ല കാര്യമുള്ളത്? ഇനി ഞാനെന്താ ചെയ്യാ? ഓ, അപ്പൊ ചെയ്തത് നല്ല കാര്യമല്ല. മുകളിലുള്ളവൻ ഒരുപക്ഷെ ഒരു വാതിൽ അടയ്ക്കുകയാണെങ്കിൽ മറ്റൊരു വാതിൽ തുറന്നു വെച്ചിരിക്കും. ഒരുപക്ഷെ വീട്ടിൽ കഥകില്ലെങ്കിൽ ജനലെങ്കിലും തുറന്നു വെക്കും. കുഞ്ഞെ, സംശയമുണ്ടോ? ഓഹോ, എന്റെ പോപ്പാട്ട്. സ്വീറ്റി, നമ്മുടെ ശ്രമങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അത് നമുക്ക് വിജയമെന്ന മാലകൾ സമ്മാനിക്കും. അതെ, രാവിലെ ഉദിക്കുന്നത് സൂര്യനാണെങ്കിൽ വൈകിട്ട് ഉദിക്കുന്നത് ചന്ദ്രനായിരിക്കും. പോപ്പട്ടേ. അതെ, പോപ്പട്ട് തന്നെയാ. ഇത് പോപ്പട്ടിന്റെ പൊന്നായ വാക്കുകളാണ്. മടിയന്മാർക്ക് ഒരിക്കലും വിജയം നേടാൻ കഴിയുകയില്ല. കഷ്ടപ്പെടുന്നവന് മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക. പോരാട്ടം വെറും ഒരു വാക്കല്ല, ജീവിതം തന്നെ ഒരു പോരാട്ടമാണ്. പോപ്പാട്ട്, മിണ്ടാതിരിക്കെ.
ഞാൻ ആകപ്പാടെ തലയ്ക്ക് ഭ്രാന്തം പിടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. സ്വീറ്റി, ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണോ നിന്റെ ഒടുക്കത്തെ പ്രസംഗം? നീ എന്താ കഴുതയാണോ? നീ പറഞ്ഞത് തെറ്റാണ് സ്വീറ്റി. നീ എങ്ങനെ ആരെയും കഴുതെന്ന് പറയാൻ പാടില്ല, കാരണം ഞാനാണ് കഴുത. ഞാനൊരു കാര്യം വ്യക്തമായി പറയാം, ഇനി മേലിൽ എന്നെ ഉപദേശിക്കാൻ വന്നേക്കരുത് കേട്ടോ പാപ്പാട്ട്. എന്റെ ജ്യൂസ് നീ കുടിച്ചോ? ഇവിടെയുള്ളവരെല്ലാവരും എന്തിനു വേണ്ടി കുടിക്കുന്നുവോ അതിനു വേണ്ടി തന്നെയാണ് ഞാനും കുടിക്കുന്നത്. എടാ, നിനക്ക് വിഷമമുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കുടിക്കാൻ നോക്ക്. എന്റെ ജ്യൂസ് മാത്രം കുടിക്കരുത്. നീ പറയുന്നു ജ്യൂസ് കുടിക്കണ്ടെന്ന്, ബണ്ണി പറയുന്നു വിഷമിക്കാതെ ഇരിക്കണമെന്ന്, ഹണി പറയുന്നു ഞാൻ ആലോചിക്കുന്നത് നിർത്തണമെന്ന്, സ്വീറ്റ് പറയുന്നത് ഞാൻ അകന്നു പോകണമെന്നാണ്. എല്ലാം ഞാൻ ഉപേക്ഷിക്കണോടെ? ഈ പോക്ക് പോവാണെങ്കിൽ എന്റെ കട്ടയെ പടവും അടങ്ങും. അയ്യോ, ഹേയ് സ്വീറ്റി, സ്വീറ്റി, ഹേയ് സ്വീറ്റി. അലമുറയിട്ട് വിളിച്ചു കൂം. ഇവൻ മരുഭൂമി വഴി പോവുകയാണെങ്കിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തണം, ഈത്തപ്പഴം വാങ്ങിച്ചോണ്ട് വരാൻ. കൂട്ടുകാരൻ അപകടത്തിൽപ്പെട്ടിരിക്കുക. അവന് പ്രേമം തലയ്ക്ക് പിടിച്ചേക്കുക. ഈ സമയത്ത് അവന്റെ ഒരു ഈന്തപ്പഴം. എന്റെ ഹൃദയ വീണയെ പൊട്ടിച്ച് അവൾ എവിടെയോ പറന്നുപോയി. ആരെയൊക്കെയോ സ്നേഹിക്കുന്നു അവൾ. കൂട്ടുകാരനെ വേണ്ടാന്ന് പറഞ്ഞവൾ. ഹൃദയത്തിൽ നിന്ന് ഞാൻ എങ്ങനെ അവളെ തൂത്തുവാരി വെളിയിൽ കളയും? അവളില്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. എന്നെ ഒന്ന് തനിച്ചു വിടൂ. ഏകാന്തതയാണ് എനിക്കൊരാശ്വാസം. എന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞവൾ എന്റെ ഹൃദയം തകർത്തു. എന്നിട്ടും എന്റെ ഹൃദയം എപ്പോഴും അവളെ മാടി വിളിക്കുകയാണ്. എന്റെ കൊച്ചലി ഇവന് മുഴുത്ത ഭ്രാന്ത, വേറെ ഒന്നുമല്ല. കുപ്പി വേണം, എനിക്ക് കുപ്പി വേണം. കുട്ടൂസന്റെ കുപ്പി വേണം. കുന്തം വേണം, എനിക്ക് കുന്തം വേണം. ലുട്ട പീടെ കുന്തം വേണം. യോ ലൈറ്റ് ഓഫ് ചെയ്യേ. ലൈറ്റ് ഓഫ് ചെയ്തത് എന്തിനാ? ഞാൻ സിനിമാ നടന്മാരെ പോലെ ഡാൻസ് കളിക്കുമായിരുന്നില്ലേ? നിനക്കെന്തായാലും ഭാഗ്യമുണ്ട് ഹണി. അല്ലെന്നുണ്ടെങ്കിലേ സോർദാർ സ്വിച്ച് ഓൺ ചെയ്തപ്പോഴേ നീ എന്നേക്കുമായി സ്വിച്ച് ഓഫ് ആയി പോയേനെ. സംശയമുണ്ടോ? ഞാനെന്താ വല്ല കളിപ്പാട്ടാണോ സ്വിച്ച് ഓൺ ആവാനും ഓഫ് ആവാനും? എടാ കഴുതേ, നീ ഒരു കഴുത തന്നെ. ഈ LEDs എന്തുവാ, മാലയാന്നോ നിനക്ക് ഇങ്ങനെ ചുറ്റിയിടാൻ വേണ്ടി? ഞാനിത് ചുറ്റി വെച്ചിരിക്കൊന്നും അല്ല, ഇതെന്റെ കൈ കുടുങ്ങിയതാ. എന്റെ ഹണി, നിന്നെ ഇപ്പൊ കർണടിക്കേണ്ടതായിരുന്നു. അതെ, ഈ ദീപാവലി ഉണ്ടല്ലോ വളരെ അപകടം പിടിച്ചൊരു ഉത്സവമാണ്. അതിന്റെ കൂടെ പടക്കം പൊട്ടിക്കുന്നത് ഈ ലൈറ്റിനേക്കാളും വലിയ അപകടമാ അല്ലേ കൊച്ചലിയ? അല്ല അല്ല, അത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ദീപാവലി ആഘോഷിക്കാം. അപകടമില്ലാത്ത ദീപാവലി, ഗുണ്ടും പടക്കവും ഇല്ലാതെ, നോയിസും പൊല്യൂഷനും ഇല്ലാതെ. നീ എന്താണ് ഈ പറയുന്നത്? ഹണിക്കാണെങ്കിൽ ബുദ്ധിയില്ലെന്ന് വെക്കാം, പക്ഷെ നീ അങ്ങനെയാണോ? ഒന്ന് ചിന്തിക്കേ. ആലോചിക്ക്, നമ്മുടെ ഈ നാട് മുഴുവൻ ആഘോഷിക്കുന്ന ഒരു മനോഹരമായ ദീപാവലി. പൂത്തിരി, ചക്രം, കൊച്ചുകുട്ടികളുടെ കളിയും ചിരിയും. എല്ലാവരും ഒരുമിച്ചായിരിക്കണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, എല്ലാവരും സന്തോഷത്തോടെയും സേഫ് ആയിട്ടിരിക്കണം. അപ്പൊ നിനക്ക് ഇത് അറിയുമായിരിക്കും, എന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ വരുമെന്ന്. നിന്റെ താവളം അവൻ നശിപ്പിക്കും, എന്നിട്ട് നിന്നെ ജയിലിലേക്ക് അയക്കും. നിന്റെ വാക്ക് കേട്ട് പേടിക്കുന്നവനല്ല ഈ ഞാൻ. എടാ, ഇപ്പൊ എന്താ ചെയ്യുക? എങ്ങനെയാണ് അകത്തേക്ക് പോവുക? ഹീറോസിന് എപ്പോഴും ഹീറോയെ പോലെ തന്നെയുള്ള എൻട്രി വേണ്ടി വരും. സംശയമുണ്ടോ? വന്നു എന്റെ കൂട്ടുകാർ.
വന്നു കഴിഞ്ഞു. പക്ഷെ എങ്ങനെ തിരിച്ചു പോകും? ഈ നാഗരാജന്റെ കണ്ണുവെട്ട ആർക്കും തന്നെ ഇവിടെ നിന്നും പുറത്തു പോകാൻ കഴിയില്ല. അപ്പൊ പിന്നെ എങ്ങോട്ടാ പോവാ? എടാ എങ്ങോട്ടും പോകില്ലെന്നാ പറഞ്ഞതാ. പിന്നെ കണ്ണുപിടിച്ചിട്ട് എന്തോ കിട്ടാനാ? എടാ ഇത് എന്റെ ഒരു സ്റ്റൈലാണ്. അപ്പൊ പിന്നെ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ നിനക്കെന്താ വട്ടാണോ? അയ്യോ അല്ല, ഇയാളെ ആരോന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കേ. ഞാൻ പൊട്ടനല്ല, ഞാൻ കഴുതയാണ്. മാത്രമല്ല, കഴുതയുടെ തലയിൽ കൊമ്പില്ലാത്തതുപോലെ നാഗത്തിന്റെ തലയിലും ഒരിക്കലും കൊമ്പുണ്ടാവുകയില്ല. ഇനി ആർക്കാണോ കൊമ്പുള്ളത് അതൊരിക്കലും നാഗവുമാകില്ല. പിന്നെ ആ നാഗത്തിനെ പിടിച്ചടക്കാൻ ഈ പോപ്പട്ടിന് വളരെ നന്നായി അറിയാം. സംശയമുണ്ടോ? നീ ഡയലോഗ് അടിക്കാൻ വന്നതാണോ അത് നിന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ വന്നതാണോ? അയ്യോ കൂട്ടുകാരെ, ഈ ഡയലോഗ് അടി മാത്രമേ ഉള്ളൂ, അതോ എന്നെ ഇവരെ നിന്ന് രക്ഷിക്കുവോ? അതിന് നിനക്ക് ഞങ്ങളുടെ സഹായം ആവശ്യമില്ലല്ലോ. നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടാൻ നോക്ക്. സോറി സാറേ, അത് പിന്നെ രാവിലെ എന്തൊക്കെയാ ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്താടാ ഇവന്മാരുടെ പ്രഭാഷണം കേട്ടോണ്ട് നിൽക്കുകയാണോ? അടുക്കവന്മാരെ. ആ